എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മീൻ ഞാൻ ഇന്നലെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് മുളക്, മഞ്ഞൾ, ഉപ്പ്, മസാല ഇത്രയും ഇട്ട് തിരുമ്മി വെച്ചേക്കണതാണ്. അത് ഞാൻ ഇനി വറുത്തെടുക്കട്ടെ. ഞാൻ മീൻ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചേക്കണത്, ഇൻഡാലിയത്തിൻ്റെ. അതിനകത്തേക്ക് എണ്ണയിലാണ് ഉണ്ടാക്കണത്, എണ്ണയിലാണ് വറുക്കണത്. ഞാൻ എണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കണേ. മീൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിട്ടേക്കുന്നത് കൂടുതൽ മീനാണ് കേട്ടോ. ഞങ്ങൾ കൂടുതലാണ് ഉണ്ടാക്കാറ്. പേരയാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ ഓരോരോ ഇഷ്ടത്തിന് ചെയ്യാം. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ. അച്ചാറിലേക്ക് മീൻ വറക്കാമെന്ന് വെച്ചത് ഇതേ കണ്ട ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കോരിയെടുക്കാണ്. ഇത്രയും മതി. രണ്ടാമത്തെ ഉപ്പ് ഇട്ട് കൊടുക്കാണ്. ഇപ്രാവശ്യം ഞാൻ ഇത്തിരി വലിപ്പത്തിലാണ് മീനെടുത്തത്. നടുങ്ങി ഇതിലും ചെറുതാക്കിയാണ് വറക്കാറ്. എല്ലാ മീനും ഇതുപോലെ വറുത്തെടുക്കട്ടെ. ഞാൻ മീനെല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കണേ. എനിക്ക് എൻ്റെ മോൾക്ക് UKG കൊടുത്തിടാൻ വേണ്ടി ഉണ്ടാക്കണതാണ് കേട്ടോ. എനിക്ക് മുമ്പ് ഞാൻ മീനച്ചാറിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിക്കണമെന്ന് മാത്രം. മീൻ വറുത്ത എണ്ണയാണത്. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഞാൻ അത് തന്നെ ആ ചീനച്ചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തതാണ് കഴുകിയിട്ട്. ആ എണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പോരാത്ത എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി, തൂക്കമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അര കിലോ തികച്ചില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ തുണ്ടുകളഞ്ഞെടുത്തതാണ്. അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുക്കുന്ന മീനിൻ്റെ ഇറച്ചിയുടെ ഒരു സാധനങ്ങളുടെ അളവിൻ്റെ അനുസരിച്ചാണ് ഉള്ളി, ഇഞ്ചി ഒക്കെ ചേർക്കുന്നത്. അതിന് കൂടുതൽ മീനുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഉള്ളി എടുത്തേക്കണത് കേട്ടോ. ഇത്രയും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞേക്കണതാണ്. അത് ഇട്ട് കൊടുക്കണം. ഒരു 10-12 പച്ചമുളക്, കറിമുളകാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കണതാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇന്ന് കുറച്ച് വാടട്ടെ. ഞാൻ ഇതിനകത്തേക്ക് മീനിൽ ഉപ്പിട്ടേക്കണതാണ്. ഒരു 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യം വന്നതിന് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും വേപ്പില.
വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാനിനി ഇത് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലിടുന്നത്. 100 ഗ്രാം കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടി ഒരു 3 സ്പൂണ് പോരായി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂണ് മഞ്ഞൾ. എണ്ണ ഞാൻ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. എണ്ണ കൂടുതൽ വേണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാറൽ വരണം. അതുകൊണ്ടാണ് കേട്ടോ എണ്ണയിൽ വറുക്കുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. എണ്ണയിലാണ് ഞാൻ മിക്കതും ഉണ്ടാക്കാറ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് കൂടുതലും കാറൽ ചുവ വരും. കടുകും ഉലുവയും കൂടി പൊടിച്ചതാണ് കേട്ടോ അത്. കടുക് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഞാൻ ഉലുവയും കടുകും കൂടി പൊടിച്ചിടണം. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചേക്കണം. കായം ഇടണില്ല. കായത്തിന് പകരം മസാലയാണ് ഗരം മസാലപ്പൊടി. ഇത് തിളപ്പിച്ച വെള്ളവും 1/2 കുപ്പി ചൊറുക്കയും കൂടി ഒഴിച്ചേക്കണതാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കണം. മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മീൻ വറുത്തത് ഇട്ട് കൊടുക്കണം. കുറച്ച് പഞ്ചസാരയും കൂടി വന്നാലാണ് കേട്ടോ ഇത് പൂർണ്ണമാവുള്ളൂ. എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര. ഇപ്പോൾ എല്ലാ അച്ചാറിലും ഇടാറുണ്ട്. മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.